ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഹെൽമറ്റ് ധരിപ്പിച്ച് ശക്തമായ സുരക്ഷ ഒരുക്കിയാണ് പ്രതിയെ പോലീസ് കോടതിയിൽ എത്തിച്ചത്. ജിഷ വധക്കേസിൽ പോലീസ് ശാസ്ത്രീയമായും കരുതലോടെയുമാണ് നീങ്ങുന്നത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് സാജു പോൾ, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ, ഫോറൻസിക് വിദഗ്ധ ശ്രീമതി അന്നാമ ജോൺ, മുൻ DYSP ശ്രീ മോഹൻദാസ്, പ്രസിദ്ധ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി എന്നിവർ. ശ്രീ സാജു പോൾ, പോലീസ് വളരെ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. ഇന്നിപ്പോൾ പ്രതിയെ ഹെൽമറ്റ് ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് പ്രതിയെ. ഈ സാഹചര്യത്തിൽ പെരുമ്പാവൂരുകാർ എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്? നിശ്ചയമായും ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട, എല്ലാ കണ്ണുകളും പെരുമ്പാവൂരിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയ ഒരു ദാരുണ സംഭവമായിരുന്നു ജിഷയുടെ ഈ അതിക്രൂരമായ കൊലപാതകം. അത് സംഭവിച്ച് ഈ ദിവസം വരെ ഒരുപാട് വിവാദങ്ങൾ, ഊഹാപോഹങ്ങൾ, അപവാദ പ്രചാരവേലകൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കേസിൻ്റെ യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ആധികാരികമായി വെളിപ്പെടുത്തിയപ്പോൾ അത് ഏറ്റവും ആശ്വാസത്തോടു കൂടെയാണ് ഇന്നലെ വരെ ലോകത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങൾ പെരുമ്പാവൂരുകാർ ആ വാർത്ത ശ്രവിച്ചതും. അതുപോലെ തന്നെ അതിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ ആത്മനിർവൃതിയാണ് യഥാർത്ഥത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഈ പ്രതിയെ കണ്ടെത്തി അത് ഏറ്റവും ശാസ്ത്രീയമായി കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം സംസ്ഥാന സർക്കാരിനോട്, അതുപോലെ ഈ കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ പോലീസ് മേധാവികളോട് ഒക്കെ ഞങ്ങൾക്കുള്ള കടപ്പാട് നന്ദിയും വളരെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന് പെരുമ്പാവൂരിൽ പിണറായി തന്നെ ഉദ്ഘാടനം ചെയ്ത രാപ്പകൽ സമരമടക്കം ആരംഭിച്ച ശേഷം ഒരുപാട് സംസ്ഥാന ദേശീയ നേതാക്കന്മാർ ഞങ്ങളുടെ ആ സമരപ്പന്തലിലടക്കം വന്നുപോയി. അപ്പോഴെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു മുതിർന്ന IPS ഓഫീസറെ കൊണ്ട്, ഒരു വനിതാ ഓഫീസറെ കൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തിക്കണം എന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ഞങ്ങൾ IPS ഓഫീസർ എന്ന് പറഞ്ഞില്ല, ഒരു മുതിർന്ന വനിതാ ഓഫീസർ എന്നാണ് പറഞ്ഞത്. പക്ഷേ UDF സർക്കാർ മറ്റൊരു DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച കേസ് മറ്റൊരു DYSPയെ ചുമതല ഏൽപ്പിച്ച് യഥാർത്ഥത്തിൽ ആളുകളെ പരിഹസിക്കുകയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച തെളിവുകൾ ഒക്കെ ഈ കേസിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലീസ് യാതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷണ വിവരങ്ങളൊന്നും സമാഹരിച്ചിട്ടില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ജനങ്ങൾ പൊതുവിൽ കണ്ടത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിലയിരുത്തിയത്, എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നതിനുള്ള നടപടികളുമായി അന്ന് പോലീസ് മുന്നോട്ട് പോയെന്നും കാര്യക്ഷമമായ അന്വേഷണമല്ല നടക്കുന്നതെന്നും ജനങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ പുതിയ സർക്കാർ വന്ന് പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തതോടുകൂടി ചിത്രം മാറുകയും അവർ പടിപടിയായിട്ട് പ്രതിയിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഇന്ന് വരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനി പ്രോസിക്യൂഷൻ നടപടികൾക്ക് ആവശ്യമായ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ഈ കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ പ്രതിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾ എല്ലാം സമാഹരിച്ചുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഏറ്റവും കടുത്ത ശിക്ഷ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ട കൂട്ടായ പരിശ്രമം നമുക്ക് നടത്തണം. മാധ്യമങ്ങളടക്കം ഈ കേസ് ഇത്രയേറെ സജീവമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യത്തക്ക വിധത്തിൽ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ഒരു കാര്യക്ഷമതയും ഉത്സാഹവും, അത് വളരെ സാഹസികമായി തന്നെ അതെല്ലാം നിർവഹിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ അഭിവാദ്യം ചെയ്യാം. ഞാൻ തിരിച്ചു വരാം ശ്രീ സാജു പോൾ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ സാജു പോൾ പങ്കുവച്ച അതേ ആത്മനിർവൃതി തന്നെയാണോ ഈ അന്വേഷണ ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം പരിശോധിക്കുമ്പോൾ താങ്കൾക്കുമുള്ളത്?
എനിക്ക് സാജു പോളിനോടൊരു സഹതാപമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനെതിരായിട്ട് ഈ നടന്ന നിഷ്ഠൂരമായ കൊലപാതകം അദ്ദേഹത്തെ ഒരു സൈഡ് നിർത്തിയത് ഞങ്ങളല്ല നിർത്തിയത്, ആ മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS എന്നപ്പോൾ അവർ പറഞ്ഞ ചില വാചകങ്ങളാണ് വലിയതായിട്ട് വന്നത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് അത് എതിരായിട്ട് വന്നെങ്കിലും ഞാനടക്കമുള്ള UDFൻ്റെ മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരായി ഇത് വ്യാപകമായി ഉപയോഗിച്ചു എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഞാനിത് രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചു, അവരന്വേഷിച്ചു, അവിടെ IPS ആരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്ന ഈ അന്വേഷണത്തെ അത് ഈ സർക്കാരിൻ്റെ പൊൻതൂവലാണ്, ഞങ്ങളാണ് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം മറക്കരുത്. ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥ കുറ്റവാളി ഇയാളാണോ സംശയം നിൽക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ആ സംശയം ഇപ്പോഴും നിൽക്കുന്നത് കൂടി വരാനാണ് സാധ്യത. ദളിത് സംഘടന പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് വരാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള LDFൻ്റെ നേതാക്കൾ എത്രയോ ഇന്ന് ഒരു മാധ്യമം മുഴുവൻ കാണിക്കുകയാണ് അദ്ദേഹത്തെ പ്രസ്ഥാനം മുഴുവൻ. ആരാണ് ഈ സർക്കാരിനെ തടഞ്ഞു നിർത്തുന്നത്, ഈ പ്രതിയെ ഒളിപ്പിച്ചു നിർത്തുന്നതിൽ? അങ്ങനെയുള്ള സന്ദേഹങ്ങൾ ഞങ്ങൾക്കെതിരായി ഉന്നയിച്ചതുകൊണ്ട് പ്രതി പിടിക്കപ്പെട്ടിട്ടും ഒരു വിഭാഗം ആൾക്കാർ ഇത് യഥാർത്ഥ പ്രതിയല്ല, ഇതും ആര് ഇടപെടുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കി അറിയാം എത്ര മെസ്സേജാണ് വരുന്നത്. ഈ ഒരു ആസാംകാരന് വേണ്ടിയാണോ ഇത്രയും കാലം ഈ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ തരത്തിൽ വരുന്നത്. അതൊരിക്കലും ആശാസ്യമല്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFനെതിരായി നടത്തിയ LDF നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചരണങ്ങൾ ഈ പുതിയ ഗവൺമെൻറ്റിനെതിരായിട്ട് പോവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതാ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ. ശ്രീമതി അന്നമ്മ ജോൺ, ഫോറൻസിക് വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് താങ്കൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് ജിഷയെ കൊന്ന ആൾ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് DGP ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ജിഷയുടെ പിതാവ് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ആസാംകാരനെ മാത്രം പിടിച്ചതുകൊണ്ട് ചിലപ്പോൾ പ്രതി അയാളാണെങ്കിൽ കൂടി അത് ചിലപ്പോൾ നല്ല കാര്യമായിരിക്കാം. പക്ഷേ അതിലേക്ക് നയിച്ച ഗൂഢാലോചന ആരാണ് ഈ ആസാംകാരനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന വലിയ കാര്യങ്ങളിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട് എന്ന്. അത്തരം കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടട്ടെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വന്ന തെളിവുകളൊക്കെ വെച്ച് പോലീസിന് ഈ പ്രതിയുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്ത് ശക്തമായ എവിഡൻസ് ആണുള്ളത്? ഇപ്പം നിലവിലെ സാഹചര്യം നോക്കിയാൽ നമുക്ക് ഈ DNA മാച്ചായിട്ടുണ്ടെന്നുള്ളതൊരു ആശ്വാസകരമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ ഫിംഗർ പ്രിൻ്റ് ഇയാളുടേത് മാച്ചാകണം. ഹെയർ ക്രൈം സീനിൽ കിട്ടിയിട്ടുണ്ട്, അത് മാച്ചായി വരണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ഒരു മഞ്ഞ ഷർട്ടുകാരനെ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കനാലിൻ്റെ തീരത്ത്. അപ്പോൾ ഈ മഞ്ഞ ഷർട്ടുകാരൻ യഥാർത്ഥത്തിൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ ഈ 38 ഇഞ്ചുറീസ് വരുത്തിയ ഒരു കൊലപാതകം നടത്തി പോയ ഒരു പ്രതിയാണെങ്കിൽ അയാളുടെ ദേഹത്ത് ബ്ലഡ് സ്റ്റെയിൻ ഒരുപാട് വിസിബിളായിട്ട് വരണം. അപ്പോൾ അത് അങ്ങനെ കണ്ടവരാരും അത് പറയുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ മഞ്ഞ ഷർട്ടുകാരൻ്റെ റോള് എന്താണെന്നുള്ളതും കൂടി അത് പോലീസ് വളരെ വിദഗ്ധമായിട്ട് അതുകൂടി മുമ്പോട്ട് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ എന്താണ് അത് വെറുതെ അവിടെ വന്ന് നിന്നതാണോ, അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാവലിന് നിർത്തിയതുപോലെയുള്ള ഒരു റോൾ അയാൾക്കുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ സംശയം മാറ്റിയെടുക്കുന്നതിന് പോലീസ് ഇനിയും വളരെയേറെ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഫൈൻഡിങ്സ് എല്ലാം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സംശയരഹിതമായിട്ട് ഇയാൾ പ്രതിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒന്ന് DNA പരിശോധന പോസിറ്റീവാണ്. DNA പരിശോധന പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് പോലീസ് എന്നുള്ളത് എങ്ങനെയാണ് താങ്കളെപ്പോലുള്ളവർക്ക് അതിൽ സംശയങ്ങൾ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? അതായത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വേദിയിൽ തന്നെ ഈ കാര്യം. പക്ഷെ ഇന്നലെ ആളുകൾക്കുണ്ടായതായ ആ ഉന്മേഷം,
ആ ഉത്സാഹം, ആ സന്തോഷം ഇന്ന് ഞാൻ കണ്ടില്ല. കാരണം ഇന്ന് ഈ കുറുപ്പമ്പടിയിൽ, അതായത് ഈ ജിഷയുടെ വീടിനടുത്ത് ഇന്നലത്തെ ഒരു വെർഷനായിരുന്നു. കുളിക്കടവിൽ ഒരു സ്ത്രീകൾ ഈ പറഞ്ഞതായ ആസാമിയെ അടിച്ചുവെന്നും അടിച്ചത് കണ്ട ജിഷ ചിരിച്ചുവെന്നും അതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം എന്നൊക്കെ നമ്മൾ ഇന്നലെ വളരെയധികം ഒച്ചയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. ഇന്ന് ടി വിയിൽ കാണുന്ന ആ കുളിക്കടവ് തന്നെ കാണിച്ചിട്ട് അതിന് ചുറ്റുമുള്ളതായ സ്ത്രീകൾ പറയുന്നത് ഈ കുളിക്കടവിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതായത് അവർ പറഞ്ഞു ഞങ്ങൾ ഈ കുളിക്കടവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്, നടന്നിട്ടില്ല എന്ന് പറയുകയും അവിടുത്തെ ആളുകൾ പറയുന്നു ഈ കത്തി ഇതെവിടെ നിന്നാണ് കണ്ടതെന്ന് പറയണു. ഈ ഇത്രയും ദിവസം ആയിട്ട് ഞങ്ങൾ കാണാത്ത കത്തി പെട്ടെന്ന് വന്ന് ഇവിടെ എന്താണ് ഒരു വൈദ്യൻമടിയെന്നോ ഏതാണ്ട് വന്ന സ്ഥലത്ത് അത് ആളുകൾ പറയുന്നത് കണ്ടത് എങ്ങനെയാണ്, ഞങ്ങൾ കാണാത്തതായ ആ തുണി, ചോര പറയുന്ന തുണി ഇപ്പോഴും കണ്ടെത്തിയത് എങ്ങനെയാണ്. അപ്പോൾ ആളുകൾക്ക് ആകെ ഒരു സംശയം വന്നിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതായ യാഥാർത്ഥ്യത്തിൽ നമ്മൾ വളരെ അകലത്തിലാണ് പോകുന്നത് എന്നുള്ളതായ തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നണം. ഞാനിത് വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാധ്യമങ്ങളെ ആശ്രയിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 12 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. 12 മണിക്കൂറോളം ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും അതൊരു മെൻ്റൽ ടോർച്ചറാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ നമ്മൾ ലിറ്ററേച്ചറൊക്കെ വായിക്കുമ്പോൾ പറയുന്നത് ഈ വ്യക്തിയുടെ ആ കപ്പാസിറ്റി, ഫാക്കൽറ്റി, എങ്ങനെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പറയാനുള്ള ഫാക്കൽറ്റി നഷ്ടപ്പെടുമെന്നും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ നമ്മൾ കേൾക്കുന്നു ഇയാൾ ആദ്യം പറഞ്ഞോണല്ല പിന്നെ പറഞ്ഞോണല്ല മാറ്റി പറയുന്നത് എന്നൊക്കെ പറയുന്നത് 12 hours ഓഫ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യനിങ്, അതൊക്കെ പറ്റിയൊരു മെൻ്റൽ ടോർച്ചറല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ആകപ്പാടെ കൂടി നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷനിൽ വന്നിട്ട് ഈ സത്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ബലമായ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ മോഹൻദാസ്, താങ്കൾ അന്വേഷണ ഘട്ടത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ഉയരുന്നു. ഇപ്പോൾ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി കൂടുതലും ആശ്രയിക്കുന്നത് ഈ മാധ്യമങ്ങളിൽ വന്ന കഥകൾ, നാട്ടുകാർ പലയിടത്തായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ചില ചോദ്യങ്ങളും അവരുടെ ആഹ്ലാദവും അതിൻ്റെ ഇന്നത്തെ കുറവും ഇതൊക്കെയാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. അത് എങ്ങനെയാണ് ഇത്തരം ഒരു കേസിൽ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകളുടെ കാര്യത്തിൽ അവലംബിക്കാനാകുക? അവിടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാകാം, മാധ്യമങ്ങൾക്ക് അവിടുന്നോ ഇവിടുന്നോ ചോർത്തി കിട്ടുന്ന ചില കാര്യങ്ങളുടെ ചില സൂചനകളാകാം. പോലീസ് ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല, ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അവിടെ DNA അനാലിസിസ് പോസിറ്റീവ് ആണ് എന്ന് ADGP പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരൊറ്റ കാര്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ലേ? അല്ല, ഇക്കാര്യത്തിൽ പ്രതിയെ ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കണ്ണികൾ, ശക്തമായ കണ്ണികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ലേറ്റസ്റ്റ് സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ചെരുപ്പ്, പ്രതിയുടേതായ എണ്ണുന്ന സംശയിക്കുന്ന ചെരുപ്പിൽ നിന്നും ജിഷയുടെ രക്തമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പ്രതിയും ഈ വിക്ടിമുമായിട്ടുള്ള കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2, ഈ നെയിൽ ക്ലിപ്പിങ്ങിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്കിൻ പാർട്ടിക്കിൾസ് പരിശോധിച്ചതിൽ പ്രതിയുടേതായിട്ടുള്ള DNA കണ്ടെത്തിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമാണ്. അത് ഈ പ്രതിയുടേതല്ല എന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയത്തില്ല. അപ്പം ആ രീതിയിൽ പ്രതിയുടെ DNA അത് യുണീക്ക് ക്യാരക്ടറാണ്. അപ്പോൾ അത് പ്രതിയുടെ നെയിൽ ക്ലിപ്പിംഗ്, പ്രതിയുടെ നഖത്തിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇയാൾക്ക് ഇതിൽ ഈ കുറ്റകൃത്യമായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന് അത്. പിന്നെ ഈ ജിഷയുടെ ഷാളിൽ നിന്നും കിട്ടിയ സലൈവ, ഇത് ആദ്യം ഈ നെയിൽ ക്ലിപ്പിങ്ങിലെ സലൈവയും ഷാളിൽ നിന്നും കിട്ടിയ സലൈവയും ഒന്ന് തന്നെയാണെന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 DNAകൾക്കും തമ്മിൽ വളരെ സാമ്യമുള്ളതാണ്, അതും യുണീക്കാണ്. അപ്പോൾ അത് കാരണം ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ പ്രതിക്ക്, ഇപ്പം നമ്മൾ പറയപ്പെടുന്ന ആ പ്രതിക്ക് ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒന്നിലധികം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി ഇരിക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി അന്നമ്മ ജോൺ, ഇപ്പോൾ
ഞാൻ മറ്റുള്ളവരിലേക്കും പെരുമ്പാവൂരിലെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന സാജു പോളിലേക്കും ഡൊമിനിക് പ്രസന്റേഷനിലേക്കും പോകുന്നതിന് മുൻപായി ഞാൻ അങ്ങയോട് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന ചില സംശയങ്ങളിൽ ഒന്ന്, ഈ DNA കാര്യത്തിൽ എത്രമാത്രം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അതിനെ ആശ്രയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഇപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇന്നിപ്പോൾ ചർച്ചകളൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ അവരൊക്കെ വച്ചു പുലർത്തുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ സലൈവയിൽ നിന്ന് DNA പറ്റില്ല, യൂറിനും സലൈവയും ഒന്നും DNA പരിശോധന തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ട് അത് പറ്റില്ല. ഈ കത്തിയുടെ കാര്യത്തിൽ, ആയുധത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആയുധം ഉപയോഗിച്ചാണ് കുത്തിയതെന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കത്തിയാണ്. ഈ ജിഷയുടെ മുഖത്ത് ഒരു 3 ലീനിയർ അബറേഷൻസ്, 3 വരകൾ പോലെയുള്ള ഒരു മുറിവുകളുണ്ട്, നേർത്ത മുറിവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇത്തരം ആളുകളുടെ വാദം. ഇത് ശരിയാണോ? ഈ ഒന്നാമത് പറയട്ടെ, സലൈവായിൽ നിന്ന് DNA കിട്ടുകയില്ല എന്ന് പറയുന്ന വാദം അത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ DNA സാമ്പിൾ എടുക്കുന്നത് സാധാരണഗതിയിൽ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത് സലൈവ സാമ്പിൾ കളക്ഷനാണ്. നമ്മളുടെ ബക്കൽ സെൽസ് അല്ലെങ്കിൽ ചീക്ക് സെൽസ്, അതാ സലൈവയിൽ ഇഷ്ടം പോലെ ഈ ചീക്ക് സെൽസ് വരുന്നുണ്ട്. അപ്പോൾ ആ സെല്ലിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാമെന്ന് പറയുന്നത് ഒരു വലിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ അത് യൂറിൻ അതുപോലെയുള്ള മറ്റ് സ്റ്റെയിൻസിൽ നിന്ന് DNA കിട്ടുള്ളൂ, സലൈവയിൽ നിന്ന് DNA കിട്ടുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിദഗ്ധമായിട്ട് ആ DNA വേർതിരിച്ചെടുത്തിരിക്കുന്നതിൽ ഒരു കുറവ് പറയാൻ നമുക്ക് സലൈവയിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറയുന്ന ആ ഭാഗത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുകയില്ല. സലൈവയിൽ നിന്ന് DNA കിട്ടും. സലൈവ സാമ്പിളാണ്, ചീക്ക് സെൽസ് ആണ് DNAക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് തന്നെ. കാരണം സാമ്പിൾ എടുക്കുമ്പോൾ ഒരാളെ ഒരിക്കലും ഇഞ്ചുറി ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ ഏറ്റവും വേദനയില്ലാത്ത രീതിയിൽ ഒരാളിൽ നിന്ന് സാമ്പിൾ എടുക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കയ്യിൽ കുത്തി കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് വരെ ഒരാൾക്ക് വേദന ഉളവാക്കുന്ന ഒരു രീതി ആയതിനാൽ മോഡേൺ സിസ്റ്റത്തിൽ ഈ ചീക്ക് സെൽസ് അല്ലെങ്കിൽ ഈ സലൈവ സാമ്പിൾ എടുക്കുന്ന, ഉമിനീരിൻ്റെ സാമ്പിൾ എടുക്കുന്ന ഒരു രീതിയാണ്, DNAക്ക് വേണ്ടി സാമ്പിൾ എടുക്കുന്ന ഒരു രീതിയാണ് ആധുനിക സമൂഹം അവലംബിച്ചു വരുന്നത്. അപ്പോൾ ഈ സലൈവയിൽ നിന്ന് DNA കിട്ടുകയില്ല എന്ന് പറയുന്ന ഭാഗം അത് ശരിയല്ല. പിന്നെ രണ്ടാമത്തെ, അപ്പോൾ ഈ ഇഞ്ചുറീസിൻ്റെ കാര്യം, ഇപ്പോൾ ലീനിയർ ഇഞ്ചുറീസ്, ആ കിട്ടിയ വെപ്പൺ നമ്മൾ കണ്ടു, ഒരു നൈഫ് ടൈപ്പ് വെപ്പണാണ്. അപ്പോൾ അത് വെച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആ കത്തിയുടെ അതിൻ്റെ ടിപ്പ്, അതിൻ്റെ ഷാർപ്പ്നെസ്, അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇരിക്കും. അപ്പോൾ പോയിന്റഡ് ആയിട്ടുള്ള ഒരു കത്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പ് വെച്ച് വരയുകയാണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള അബറേഷൻ കിട്ടാം. പിന്നെ ആ ഫോട്ടോഗ്രാഫോ ആ ഇഞ്ചുറിയോ ഈ വെപ്പണോ നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള ഒരു കത്തി, പോയിന്റഡ് ആയിട്ടുള്ള ഒരു എൻഡ് ഉണ്ടെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഒരു അബറേഷൻ കിട്ടാം. ശരി, ഞാൻ തിരിച്ചു വരാം എന്ന് ഇപ്പൊ പറയാൻ പറ്റും. ശ്രീ സാജു പോൾ, കാരണം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം പ്രതിയെ കിട്ടിയെന്ന് പോലീസ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ദിവസമുള്ള ചർച്ചകളൊക്കെ തന്നെ. നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെയുള്ള ചില പ്രതികരണങ്ങളും ഇന്ന് അവിടെ നിന്ന് ഉണ്ടെന്ന് പറയുന്നു. അതാണോ ഏറ്റവും ശക്തമായി പെരുമ്പാവൂരുകാരുടെ മനസ്സിലുള്ളത്? ഈ പ്രതിയെ സംബന്ധിച്ച് ഇത്തരം സംശയങ്ങൾ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, അതോ പോലീസിന്റെ കൂടുതൽ വിശദീകരണത്തിനായി അവർ കാത്തിരിക്കുകയാണോ? അല്ല, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും പലവിധ സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കാം. അതുപോലെ തന്നെ ഈ നടന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വിശ്വാസമോ അവിശ്വാസമോ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. എത്രയോ വിവാദ സംഭവങ്ങൾ മുൻപ് നടന്നിട്ടുള്ള കൊലപാതകങ്ങളായാലും സ്വാഭാവിക മരണങ്ങളായാലും അതുപോലെ ആളുകൾ അപ്രത്യക്ഷമായ നിരവധി കാര്യങ്ങളെടുത്താലും ഇതൊന്നും ഒരിക്കലും ഈ ചർച്ചകൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ലഘുലേഖകൾ വരെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ ഈ ഏതാനും 1.5 മാസം മാത്രമായ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമായ സംഭവത്തിൽ ഒരു പ്രതിയെ കണ്ടെത്തി അത് പോലീസ് വെറുതെ ഒരു പ്രഹസനമെന്നോണം, എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹ പിണറായി അങ്ങനെ ആധികാരികമായി അല്ലാത്തൊരു വിവരം പ്രഖ്യാപിക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലും തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങൾക്ക് തുല്യമായ ചർച്ചയാണ് ഈ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആധികാരികത ഇപ്പം തന്നെ
ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർ തമ്മിൽ ആയുധത്തിൻ്റെ കാര്യവും അതിൻ്റെ ആധികാരികതയും അതുപോലെ DNA എടുത്താൽ അത് എങ്ങനെയൊക്കെ ശേഖരിക്കാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ആളുകൾക്ക് വ്യത്യസ്തമായ ധാരണകളാണുള്ളത്. അതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായൊരു അറിവോ കൃത്യമായൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആളുകൾ ഇത് പറയുന്നത്. രണ്ടാമത്തെ സംഗതി എന്താ വെച്ചാൽ പോലീസ് ഈ സംഭവത്തിൻ്റെ ചുരുളഴിയത്തക്ക വിധത്തിലുള്ള ഇതുവരെ അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ നാൾവഴികളോ അതിൻ്റെ ആധികാരിക വിവരങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുളിക്കടവിലെ സംഭവവാസങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആധികാരികമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്നത് വരെ നമുക്കിങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ബഹുമാന്യായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു, ഈ കേസ് കേരളത്തിലാകെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് LDF അത് ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിനടക്കം ദോഷമായി സംഭവിച്ചു എന്നല്ല. പെരുമ്പാവൂരിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സാജു പോൾ തന്നെയാണ് കൊലയാളി എന്നുള്ള നിലയ്ക്കാണ് ആ മാതാവിൻ്റെ ചില തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ ആ മാതാവ് നടത്തിയ ചില പരാമർശങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അതിപ്പോൾ വ്യക്തിപരമായി എൻ്റെ ഒരു ദുഃഖം മാത്രമാണെങ്കിലും ആ കുട്ടിയുടെ ഈ അതിപൈശാചികമായ ക്രൂരമായ കൊലപാതകം അത് ഞങ്ങൾക്കെല്ലാം ഏറെ വേദനയും ഞെട്ടലും ഉളവാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അതിൽ പ്രതിയായ പ്രധാനപ്പെട്ട ആളെ പോലീസ് കണ്ടെത്തി എന്നുള്ളത് അത് ജനങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസനീയമായ രീതിയിൽ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുത്ത് മുൻപത്തെ സർക്കാരിൻ്റെ കാലത്ത് രണ്ടുപേരെ തലമൂടിക്കെട്ടി പെരുമ്പാവൂരിൽ കൊണ്ടുവന്ന ഒരു നാടകം, ഒരു പ്രഹസനം നടത്തിയതാണ്. പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്ന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചാണ്. അതൊക്കെയാണ് ഞങ്ങൾക്കുള്ള വികാരം. അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രം ബഹുമാന്യായ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന സഖാവ് പിണറായി പെരുമ്പാവൂരിൽ ഈ കേസിനെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ ചിത്രം ലഭ്യമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ആശ്വാസം കൊള്ളാതിരിക്കാൻ ഒരു ഡൊമിനിക് പ്രസന്റേഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നാട്ടുകാർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അവർക്ക് മാധ്യമങ്ങളിലൂടെ വരുന്ന ചർച്ചകളിലൂടെയും മാധ്യമങ്ങളിൽ വരുന്ന കഥകൾ വച്ചും സ്വന്തം അറിവനുസരിച്ചുമുള്ള കഥകൾ അവർ സ്വയം മെനഞ്ഞും ഒക്കെ പുതിയ പുതിയ നിഗമനങ്ങളിലേക്ക് എത്തും. അങ്ങ് എവിടെയാണ്, അങ്ങയുടെ പാർട്ടി എവിടെയാണ് ഈ കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്? അങ്ങയുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്വേഷിച്ചു തുടങ്ങിയ ഒരു കാര്യത്തിൽ ഇപ്പോൾ കണ്ടെത്തിയ കണ്ടെത്തലിനെ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ആ കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് എന്നുള്ളതല്ലാതെ അവിടെയുള്ള നാട്ടുകാരുടെ ഇത്തരം സംശയങ്ങളുടെ ഭാഗത്താണോ ശാസ്ത്രീയമായ നിഗമനങ്ങളുടെ ഭാഗത്താണോ താങ്കളുള്ളത്? ഞാൻ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല, നല്ല ദിശ തന്നെ പോകുന്നത്. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ സംശയം ഇപ്പോഴും നിൽക്കുന്നത്, അതിലേക്കാണ് ഞാൻ പോയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെ അന്നത്തെ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാനും വിജയിക്കുവാനും വേണ്ടി LDF-ൻ്റെ നേതാക്കൾ നടത്തിയ കാര്യങ്ങൾ തിരിച്ചടിയായിട്ട് വരികയാണ്. ഇപ്പോൾ ഇന്നൊരു മാധ്യമം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു 4-5 പ്രസ്താവന എടുത്ത് റിപ്പീറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ പ്രതിയെ പിടിക്കുന്നതിൽ പുറകോട്ട് വലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ? അതാണ് സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തോ ഇക്കാലത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷേ ഈ സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയ ആരാണ്? ഒന്ന് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് വന്ന സംഭവങ്ങൾ, രണ്ടാമത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ല ന്യൂസ് വിടുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതായത് ഇത്തരം സംശയങ്ങൾ പോലീസുകാരെ സ്വാഭാവികമാണ്. ജനങ്ങൾക്ക് ഒരു പെൺകുട്ടി മരിച്ച് ഇത്തരത്തിൽ പ്രതിയെ കിട്ടാതെ ആകുമ്പോൾ നാട്ടിലെ സ്ത്രീകൾക്ക് ഇതെല്ലാം സംഭവിക്കുമോ എന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയാകും. ആ ചർച്ച മാത്രമായിരിക്കില്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ ആളുകൾ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും. പക്ഷേ ശ്രീ സാജു പോളിൻ്റെ കാര്യത്തിൽ അതൊരു പ്രത്യേക സംഭവമായിരുന്നു. അദ്ദേഹമാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് വരെ അവിടെ പ്രചരണം നടത്തുകയുണ്ടായി. അതൊരു വേറെ കാര്യമാണ്. മറ്റുള്ള ഭാഗത്ത് നടന്നിട്ടുള്ള വിജയപരാജയങ്ങൾ ഇതും ഒരു കാരണമായിട്ടുണ്ടാകാം. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാകാം. ആ ചർച്ചയല്ല നമ്മൾ നടത്തുന്നത്. താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഈ അന്വേഷണത്തിൽ ശാസ്ത്രീയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ താങ്കൾക്ക് എവിടെയാണ് സംശയം? എൻ്റെ സംശയമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ ഇഷ്യൂ വ്യാപകമായി ഏറ്റെടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയാസാണ്. അവരിപ്പോഴും നിർത്തിയിട്ടില്ല. ഞാൻ അവിടെയാണ് വരുന്നത്. ഈ ഇഷ്യൂ
നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ കൂടുതൽ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയാസാണ്. അവരിപ്പോഴും വിട്ടിട്ടില്ല. ദളിത് സംഘടന നേതാക്കൾ പോലും സംശയം പറഞ്ഞിരിക്കുന്നു. എനിക്ക് സംശയം ഈ കാര്യത്തിൽ. ഞാൻ എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് ആ രീതിയിലേക്ക് പോയിക്കോട്ടെ, അതിലൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ ന്യായമായ ഒരു സംശയം താങ്കൾക്കും ഉണ്ടാകേണ്ടതാണ്. അത് ഇന്ന് ചില ആളുകളെങ്കിലും പറഞ്ഞതാണ്, ജിഷയുടെ പിതാവും ചില ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് ഈ ആസാംകാരനായ പ്രതി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാത്രം അങ്ങനെ പ്രതിയാക്കി ഒതുക്കേണ്ടതുണ്ടോ? ബാക്കി ഇതിന് പിന്നിലെ ഗൂഢാലോചനകൾ എവിടെ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് തന്നെയല്ലേ? അത്തരം ചോദ്യങ്ങൾ സംശയം മനസ്സിൽ വരേണ്ടതല്ലേ? എനിക്കങ്ങനെ ഒരു സംശയമില്ല ഇതിൻ്റെ അകത്ത്. എന്തുകൊണ്ടെന്നാൽ ഇത് അന്വേഷിക്കേണ്ടത് മാധ്യമങ്ങളോ നമ്മളോ അല്ല, അന്വേഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിന് പ്രാപ്തരായ ഒരു പോലീസുകാരെ നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ പോലീസ് വളരെ കോമ്പിറ്റൻ്റ് ആണ്. ചില സന്ദർഭങ്ങളിൽ പ്രതിയെ അല്പം നീണ്ടു. ഇപ്പോൾ ആൻ്റണി എത്ര കൊല്ലം കഴിഞ്ഞാൽ പിടിച്ചില്ലേ പോലീസ്? കേരളത്തിലെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ പിടിച്ചില്ലേ? ആ പോലീസ് വളരെ കോമ്പിറ്റൻ്റ് ആണ്, സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. പക്ഷേ ഇവിടെ പറ്റിയത് ഇലക്ഷൻ ആയതുകൊണ്ട് വളരെ സെൻസിറ്റീവായി, അതുകൊണ്ടാണ് കുറേ ലാക്സിറ്റി വന്നു എന്ന് നമുക്ക് തോന്നാവുന്നത്. ഏതായാലും ശരി, പോലീസ് ഇതിൻ്റെ അകത്ത് കുഴപ്പം കാണിക്കുന്ന വിശ്വാസം എനിക്കില്ല. നല്ല ദിശ അന്വേഷണം പോട്ടെ. പക്ഷേ അതിന് ജനങ്ങളുടെ മനസ്സിലേക്ക് സംശയം വരുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള കോടിയേരി അടക്കമുള്ള നേതാക്കൾ ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അന്വേഷണം മോശമായിരുന്നു, അവർ കുഴപ്പമുണ്ടാക്കി എന്ന് പറയുമ്പോഴാണ് ഈ സംശയത്തിന് സാധ്യത കൂടുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. താങ്കളുടെ മറുപടി പറഞ്ഞിട്ട് ഞാൻ മറ്റതിഥികളിലേക്ക് പോവാം. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നതും ഈ ഗവൺമെൻറ് ചെയ്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കേസന്വേഷണത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ DGP വരെ ഉള്ള ഒരു പുതിയ സംഘമാണ് പിന്നീട് ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ചത്. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു ഒരു മുതിർന്ന വനിതാ ഓഫീസറെ ഈ കേസന്വേഷണം ഏൽപ്പിച്ചില്ല, മറ്റൊരു DYSP ആണ് ഏൽപ്പിച്ചത്. അപ്പോൾ അത് ഈ പുതിയ DGPയെ സംബന്ധിച്ച് മുൻപത്തെ DGP പറഞ്ഞ പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. പക്ഷേ അതെല്ലാം വാസ്തവവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പുതിയ സംഘം, സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ DGP വരെ ഒരു പുതിയ സംഘം ഈ കേസ് അന്വേഷിച്ചു. കേസിന് ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വിഷയമാക്കി പ്രചരിപ്പിച്ചത് സംബന്ധിച്ചെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഇതുപോലെ 3 ആഴ്ചക്കാലം ഈ കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? അപ്പോൾ പക്ഷേ ഇത് പെരുമ്പാവൂരിലെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് കൊണ്ടുപോയത് സംബന്ധിച്ചൊന്നും നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതൊക്കെ പെരുമ്പാവൂരുകാർക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസന്വേഷണത്തിൽ UDF സർക്കാരിൻ്റെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ നിര ആളുകൾ ചുമതല ഏറ്റെടുത്ത് ഈ കേസിൽ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായി. അത് എന്തായാലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നലെ തന്നെ ചാനൽ ചർച്ചകളിൽ ആളുകൾ ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് പറഞ്ഞത് കേരള പോലീസ് മോശമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശരിയാവണ്ണം ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ 2 പേരെ തലമൂടി കെട്ടി പ്രതികളാണെന്ന രീതിയിൽ പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ വലയിലായിട്ടുണ്ട് എന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞാണ്. ഈ തലമൂടി കെട്ടിക്കൊണ്ടുവന്ന ആളുകൾ ആരാണെന്ന് ഇപ്പോഴും വിശദീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ആരോടെങ്കിലും അവരായിരുന്നു പ്രതികളെങ്കിൽ ഇപ്പോൾ എന്തിനാണ്, അല്ലെങ്കിൽ DNA ടെസ്റ്റിൽ ഉൾപ്പെടെ അവർ പ്രതികളാണെന്ന് തെളിയിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയത്? അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മറുപടി പറയേണ്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. പക്ഷേ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, നേരത്തെ ശ്രീമതി അന്നമ്മ ജോൺ ചൂണ്ടിക്കാട്ടിയതാണ് DNA കാര്യം. DNA ഫലം പോസിറ്റീവ് ആകുമ്പോൾ തന്നെ പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ചെരുപ്പിൻ്റെ കാര്യമുണ്ട്. ഈ നേരത്തെ ശ്രീ മോഹൻദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ നഖത്തിനിടയിലുള്ള തൊലിയുടെ അവിടുത്തെ DNA കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളപ്പോൾ പിന്നെ കൃത്യമായി ഏറ്റവും അവസാനം നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാനത്തെ തെളിവും എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവിടെ വരെ പോകാൻ സാധിച്ചത് അതൊരു 20% മാത്രം ദൂരമേ എത്തിയിട്ടുള്ളൂ എങ്കിൽ തന്നെയും
അതൊരു വലിയ വിജയമാണ് എന്നും മുന്നോട്ട് പോകുന്നതിൻ്റെ ആ സാധ്യതകളുമല്ലേ നമ്മളിപ്പോൾ പറയേണ്ടത്. ഇവിടെ ഒരു പരാജയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തടത്താണെന്നോ ദിശ മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നോ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അതായത് ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാനൊരു ഫോറൻസിക് ഈ പറഞ്ഞതൊരു ഡോക്ടർ അന്നമ്മ ജോണിനെ പോലെ ഉള്ള ഒരു ഫോറൻസിക് എക്സ്പെർട്ട് അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ ഏറിയ ക്രിമിനോളജിയാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സലൈവ പെർ സേ അതിൽ നിന്നും നമുക്ക് DNA എടുക്കാൻ പറ്റുകയില്ല എന്നാണ്. പിന്നെ സലൈവയ്ക്കകത്ത് സെല്ലുകളുണ്ട്, ആ സെല്ലുകളിൽ നിന്ന് അതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് കേൾക്കുക. അതായത് സലൈവ പെർ സേ നമുക്ക് ഇത് കിട്ടില്ല, യൂറിൻ പെർ സേ കിട്ടില്ല. അതിനകത്ത് എപ്പിത്തീരിയൽ സെൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് DNA എടുക്കാമെന്നാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ചെരുപ്പ് തിയറി, ചെരുപ്പ് ആരുടെയാണെന്നുള്ളത് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ചെരുപ്പ് ആരുടെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ അതിനകത്ത് ജിഷയുടെ രക്തം കണ്ടു എന്ന് പറയുന്നത് ജെയിംസ് വടക്കഞ്ചേരി, ഈ ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമസ്ഥൻ തന്നെ അല്ലെങ്കിൽ കടയിൽ നിന്ന ആള് തന്നെയാണ് ഈ രേഖാചിത്രം വെച്ച് ഇങ്ങനെ ഒരു സൂചനയിലേക്ക് പോയതെന്നൊരു കഥയുണ്ട്. അത് പോലീസ് പറഞ്ഞതല്ല, അത് ഈ തിരിച്ചറിയൽ പരേഡിൽ വരട്ടെ. പക്ഷേ അതൊരു സൂചന തന്നെയല്ലേ, ആ ചെരുപ്പ് ഒരു സൂചനയല്ലേ? സൂചനയില്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, അതായത് ഈ ചെരുപ്പ് ആരുടെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത്, അതായത് ജിഷയുടെ വീടും ഈ പറഞ്ഞതായ ആളുടെ വീടും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. അതിനകത്ത് കനാലിൽ ഒരു സംശയം ഇതാണ്, അതായത് ഈ പറഞ്ഞ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതി ആണ് എന്നുള്ള രീതിയിലേക്ക് DNA ടെസ്റ്റും മറ്റ് രക്തപരിശോധനകളും ഒക്കെ തെളിഞ്ഞ് അവിടേക്ക് എത്തുന്നു. ഇനി ചെരുപ്പിന്റെ കാര്യത്തിൽ വേറെ കൂട്ടുപ്രതികൾ ഉണ്ടോ എന്നുള്ള അടുത്തേക്കായിരിക്കാം ഒരുപക്ഷെ അങ്ങയുടെ സംശയം ചെന്നെത്തുക. അല്ലാതെ ഇതല്ല പ്രതി എന്നും ഇയാൾ അവിടെ സീനിലേ ഇല്ല എന്നും പറയാൻ അങ്ങയുടെ കൈവശം എന്താണ് തെളിവ്? ഇല്ല, എൻ്റെ കയ്യിൽ അതല്ല. ഈ ചെരുപ്പ് ഈ പറഞ്ഞതായ ഈ ആസാം ഈ പിടിക്കപ്പെട്ട ആളുടെ ആണ് എന്ന് ഇതേവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ചെരുപ്പേൽ ഈ ജിഷയുടെ രക്തമുണ്ടായി എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ചെരുപ്പ് തീരി പോയിട്ട് ഇന്ന് ഞാൻ കേട്ടത് ജിഞ്ചൻ എന്ന് പറഞ്ഞതായ ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയാണ് ഈ കാഞ്ചീപുരത്തൊക്കെ കൊണ്ടുപോയി ഈ കാര്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായ ഒരു വർഷം കേട്ടു. ഇതെല്ലാം വെർഷൻസാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം, ഇതെന്താ മോട്ടീവ്? ഈ മോട്ടീവ് എന്താ? ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് നമ്മൾ അന്വേഷിക്കുന്ന ഒരു കേസിൽ ഈ ജിഷയെ കൊല്ലാനായിട്ട് ഈ ആസാമിക്ക് ഉള്ള മോട്ടീവ് എന്താണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് പോലീസ് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് പോലീസിന്റെ ഭാഷയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? അതെ, ഇപ്പോൾ കേൾക്കുന്ന വെർഷൻ എന്ന് പറയുന്നത് കുളിക്കടവിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കുളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുമായിട്ട് എന്തോ വികൃതി കാട്ടി ആ സ്ത്രീ അവിടെ ചെരുപ്പ് കൊണ്ട് ഈ സസ്പെക്റ്റിൻ്റെ മുഖത്തടിച്ചു. പക്ഷെ അങ്ങനെ ഒരു കഥ ഇല്ല എന്നുള്ളതും, അങ്ങനെ ആ കുളിക്കടവിൽ അങ്ങനെയൊന്നും ഇല്ല എന്നും ആ കുളിക്കടവിലെ അവിടെ എത്തിയിട്ടുള്ള ചില ആളുകളോട് ചില മാധ്യമങ്ങൾ ചോദിച്ച് ഒരു കഥ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കുളിക്കടവ് കഥ പോലീസ് പറഞ്ഞാണോ നമുക്കറിയില്ല. ഈ കുളിക്കടവിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന ആളുകൾ തന്നെയാണോ അന്ന് അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് മാത്രം വെച്ച് മാധ്യമങ്ങളിലെ ചില കഥകൾ മാത്രം എടുത്ത് നമുക്കൊരു നിഗമനത്തിലേക്ക് പോകാനും ഈ പ്രതിയെ തൽക്കാലം എടുക്കണ്ട എന്ന് പറയാനും പറ്റുമോ ശ്രീ മോഹൻദാസ്? അല്ല, അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അത് പിന്നെ എടുക്കാം. ഞാൻ പറയുന്നത് അത് ഒരു പക്ഷേ ഇതിപ്പം അങ്ങനെ ആ ഒരു വസ്തുതയായിട്ടൊന്ന് ഇപ്പം സങ്കല്പിക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് കണ്ട് ചിരിച്ച വ്യക്തി മാത്രമാണ് ജിഷ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വ്യക്തിവിരോധം തോന്നേണ്ടത് ഈ അടിച്ച സ്ത്രീയോടായിരിക്കണ്ടേ? ഇത് ചിരിച്ച സ്ത്രീയോട് ഇത്രയും വിരോധം തോന്നേണ്ട ഒരു കാര്യം ഒരു പോസിബിലിറ്റിയെ കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ ശ്രീ മോഹൻ? അതായത് ഇപ്പോൾ അടിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന അമീറുൽ ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമില്ല. അമീറുൽ ഇസ്ലാമിന്റെ ഏതാണ്ട് അതേ പ്രായത്തിലോ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ജിഷ. ജിഷയുമായിട്ട് ഒരു പക്ഷേ അമീറുൽ ഇസ്ലാമിന് കാണുന്നത് പോലെ ഒരു താല്പര്യമായിരിക്കില്ല ഈ അടിച്ച സ്ത്രീയുമായിട്ടുണ്ടാകുക. അതുകൊണ്ട് ജിഷ ചിരിച്ചപ്പോൾ ഒരു പേഴ്സണലായി ഹർട്ട് ചെയ്തതായി തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായിക്കൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെയും ആ ഒരു നിസ്സാര കാരണം കൊണ്ട് ഒരു അയാളെ കൊലപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു ഗ്രാവിറ്റി അതിനുണ്ടോ? ശ്രീമതി അന്നമ്മ ജോൺ, ഇത് ഒരു മനഃശാസ്ത്രജ്ഞനോട് കൂടി ചോദിക്കേണ്ട കാര്യമാണ്. ഈ മോട്ടീവിന്റെ കാര്യം അങ്ങയുടെ ഏരിയ അല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്നാൽ കൊല്ലേണ്ടത് മറ്റേ സ്ത്രീയെയാണ് ജിഷയെ അല്ല എന്ന് തീരുമാനിക്കാൻ
പോലീസുകാർക്കാകുമോ? അങ്ങനെ ഒരു തീരുമാനത്തിൽ ഒരു കൊലയാളിക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ഒരു കൊല നടക്കുന്നതിന് അങ്ങനെ ഒരു കൃത്യമായ ശാസ്ത്രീയമായ നിർവചനം കൊടുക്കാനാകുമോ? അത് ഇപ്പോൾ ഉള്ള ഈ ആധുനിക യുഗത്തിലുള്ള കുറ്റകൃത്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊലയാളി അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. അപ്പോൾ അത് ഈ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു ലഹരിക്ക് അടിമപ്പെട്ട് ഉള്ള ഒരാള് ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ, ഇതുപോലെയുള്ള ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മോട്ടീവൊക്കെ മതി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു കുറ്റം അവർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യം, അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥ, അത് നമുക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല. അവർക്ക് ചിലരങ്ങനെ ചെയ്യും, ചിലർ ചെയ്യുകയില്ല. ഓരോരുത്തരുടെയും മോഡസ് ഓരോ പ്രത്യേക തരമാണ്. അപ്പോൾ അവർ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്, മറ്റേയാളെ അല്ലേ കൊല്ലേണ്ടിയിരുന്നത്, എന്തുകൊണ്ട് ഈ കുട്ടിയെ കൊന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അത് ഓരോ ആളുകളെ ആശ്രയിച്ചിരിക്കുകയാണ്. പിന്നെ ഇതുപോലെയുള്ള ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരാളുടെ മാനസികാവസ്ഥ ഒരിക്കലും അവരുടെ നിയന്ത്രണത്തിലുമല്ല. അവർ എങ്ങനെ ഇതുപോലെയുള്ള കൃത്യം ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൃത്യങ്ങൾ അവർ ചെയ്യും. അതുപോലെ തന്നെ ഈ കുട്ടി, ഒരുപക്ഷെ ഈ കുട്ടിയുമായിട്ട് ഈ പ്രതിക്ക് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കുട്ടി കളിയാക്കി ചിരിച്ചെങ്കിൽ അതൊരു കൂടുതൽ ഫീലിംഗ് ആ പ്രതിക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് ഒരു വൈരാഗ്യം ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാനും ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കാനും ഒക്കെ ചിലപ്പം കാരണമായേക്കാം. അപ്പോൾ അവരുടെ ആ സമയത്തെ ഒരു വികാരം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ നമുക്കൊരിക്കലും അത് മുൻകൂട്ടി പ്രവചിച്ച് പറയാൻ പറ്റില്ല. ശരി, ശ്രീ സാജു പോൾ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ അമീറുൽ ഇസ്ലാം പിടിക്കപ്പെട്ടു, ഇങ്ങനെ ഒരു പ്രതിയെ കിട്ടിയത് കൊണ്ട് തന്നെ പോലീസിന് പല കാരണങ്ങളും ഇനി പറയാനുണ്ട്, അത് നമ്മൾ കാത്തിരിക്കുന്നു, അതൊക്കെ വരട്ടെ, കഥകൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സ്വാഭാവികമായ നാട്ടുകാരുടെ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകാവുന്ന ഒരു കാര്യം, നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അതിലേക്ക് തൊട്ടില്ല, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഈ ആസാംകാരനായ ഒരാൾക്ക് എന്ത് കാരണത്താലാണ് ഈ കുട്ടിയെ കൊല്ലേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി പോലീസ് പറയേണ്ടത്. ഇനി വേറെ ചില ആളുകൾക്കാണ് ഈ ജിഷയെ കൊല്ലേണ്ടത് എന്നൊരു കാരണം ഉണ്ടെങ്കിൽ, അവിടെ ഈ അമീറുൽ ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തിയതാണെങ്കിൽ ആ കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സംശയം അവിടെ ചില ആളുകൾക്കിടയിലെങ്കിലും ഉണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇതിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയുണ്ടോ, ഇയാൾ സ്വയം ചെയ്തതാണോ, ഈ കുട്ടിയുമായിട്ട് നേരത്തെ അടുപ്പമുണ്ടായിരുന്നോ, പെട്ടെന്നുണ്ടായ എന്തെങ്കിലും വികാരപ്രകടനമാണോ, അതോ ഈ വീട്ടിൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും താല്പര്യത്തോടു കൂടി ആ വീട്ടിൽ ചെല്ലുകയും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോൾ നിർവഹിച്ച കൃത്യമാണോ എന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങളെല്ലാം അതിനെ സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരികയും ചെയ്യണം. പിന്നെ ഈ കുളിക്കടവിലെ സംഭവം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല, കാരണം ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും, ഞാൻ അവിടുത്തെ എല്ലാ വീടുകളിലും പോയതാണ്, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും 4-5 വട്ടമെങ്കിലും പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും വെച്ച് ഈ കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ കഴിയേണ്ടതാണ്. അപ്പോൾ അതൊന്നും ആരും ഈ 50 ദിവസത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവമേ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പല വിധത്തിലുള്ള പ്രചാരണം നടക്കുന്നു. ഈ സ്വാഭാവികമായിട്ട് ഒരു കൊലപാതകത്തെ തുടർന്ന് ഓരോരുത്തരും അവനവന് തോന്നിയ രീതിയിലുള്ള കഥകൾ മെനയുന്നു, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊന്നും ആധികാരികമായ വിവരമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അതിനി പോലീസ് കൃത്യമായി, ഇപ്പോൾ ഒരു ഫോൺ കോളിൽ നിന്ന് ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈല് സിം കാർഡ് മാറ്റിയിട്ട് മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് അതേ ഫോണിൽ നിന്ന് വിളിച്ചതിനെ തുടർന്നാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഈ ചെരുപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഈ ഫോൺ വിളിയാണ് ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട് പോലീസ് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാതെ നമുക്ക് ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. എന്തായാലും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഉറച്ച വിശ്വാസം. പിന്നെ ഇത്തരം സംശയങ്ങൾ സ്വാഭാവികമാണ്, ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിലൊന്നും നമുക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമില്ല.
ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആ വഴിക്ക് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, അതും ചർച്ച ചെയ്യപ്പെടേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ലല്ലോ. അവിടെ ഈ നാട്ടുകാർ പറയുന്നത് പോലെയുള്ള പല കഥകൾ മെനയുന്ന ഒരു ഭാഗമാണത്. ആ നിലയ്ക്ക് എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സംശയങ്ങളുടെ ഭാഗത്ത് മാത്രം നിന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ കഥ പറയാൻ സാധിക്കുക? ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകം ആദ്യ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ കുറച്ച് ലാക്സിറ്റി കാണിച്ചു. അവരുടെ ഭാഗത്ത് നിന്ന് സീരിയസ്നെസ് ഉണ്ടായില്ല എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ ഇക്കാര്യം നേരത്തെ എന്നെ ബന്ധപ്പെട്ട് പറയുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം സീരിയസ് ആയി. ഈ സാജു ഇപ്പോൾ പറഞ്ഞ ശരിയല്ല. അവിടെ ADGP പത്മകുമാർ നേരിട്ട് വന്നു, DGP സെൻകുമാർ വന്നിരുന്നു. എല്ലാ ഹൈ ഉദ്യോഗസ്ഥന്മാർ വരികയും ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം ശരിയല്ല എന്ന് കേസ് പോവുകയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇവരെന്നെ അന്വേഷിക്കട്ടെ. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലായി പോയി എന്നുള്ള തർക്കമൊന്നുമില്ല. എന്ന് മാത്രമല്ല, അന്നത്തെ അന്വേഷണ സംഘം എടുത്ത അവർക്ക് കിട്ടിയ തെളിവുകളുടെ ഫർദർ ആക്ഷൻസിലാണ് ഇന്ന് ഇത് വന്നു നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, ഈ എവിടെ ഒരു തർക്കം വരുന്ന എവിടെയാണ്? ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മനഃപൂർവ്വം എന്താ കുഴപ്പമുണ്ടാക്കിയെന്നും അത് മുഴുവൻ തിരുത്തി ഞങ്ങളാണ് വന്ന് ചെയ്തെന്ന് പറയുമ്പോഴാണ് ഈ നേരെ ഞാൻ അങ്ങയോട് തർക്കിക്കുകയല്ല. പക്ഷേ സ്വാഭാവികമാണ് ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ പോയ ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് പുതിയ സർക്കാർ ഏറ്റെടുക്കും. അതിന്റെ ആഭ്യന്തര വകുപ്പിന് അതിന്റെ ക്രെഡിറ്റ് ഉണ്ടാകും. അത് കോൺഗ്രസ്സുകാർ പോലും ഇന്നലത്തെ ചർച്ചയിലും ആ പൊളിറ്റിക്കൽ ക്രെഡിറ്റ് ഈ LDF സർക്കാരിന് നൽകിയതുമാണ്. ഞാൻ ആ തർക്കത്തിലേക്കല്ല വരുന്നത്. പക്ഷേ ഒരു കാര്യം അങ്ങ് തന്നെ സമ്മതിച്ചല്ലോ, തുടക്കത്തിൽ ഒരു അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നു, അവർ ചില ലാപ്സുകൾ കാണിച്ചു. അവിടെയാണ് പോസ്റ്റ്മോർട്ടം പോലെയുള്ള ചില കാര്യങ്ങളിൽ വേണ്ട ഗൗരവത്തോടു കൂടിയുള്ള ഒരു ടീം അത് നടത്താതിരുന്നത്. ഒപ്പം ഈ ബോഡി ക്രിമേറ്റ് ചെയ്തതിനെക്കുറിച്ച് പോലും ഒരു വലിയ തിടുക്കം കാണിച്ചത്. ഇതൊക്കെ അന്ന് എന്തിനായിരുന്നു എന്ന് അന്ന് അങ്ങേക്ക് ഇപ്പോൾ ഉണ്ടായ സംശയം ആ ആദ്യത്തെ പോലീസ് ടീം നടത്തിയ ലാബ്സിൻ്റെ കൂടെ ഈ സംശയം കൂടി എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പരാതി അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ തലയിൽ സ്വാഭാവികമായി തന്നെ വീഴും. ലാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ 28-ാം തീയതിയാണ്. ഏപ്രിൽ 28 എന്ന് പറയുന്നത് നോമിനേഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യുന്ന സമയത്താണ്. അന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ വന്നു കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് സാധ്യമല്ല. ഒരു പോലീസുകാരനെ പോലും മാറ്റാൻ ആ ഗവൺമെൻറ് ആവില്ല. അന്നൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചു അന്നത്തെ DGP. ഞാൻ ലാക്സിറ്റി എന്ന് പറഞ്ഞത്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജിഷ കേസിന്റെ കാര്യത്തിൽ എന്ത് പോസിറ്റീവ് നിലപാടും അധികാര പരിധിക്ക് പുറത്തു നിന്ന് പോലും അന്നത്തെ ഗവൺമെന്റ് എടുത്താലും ഒരു രാഷ്ട്രീയ പാർട്ടിയും അന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാകില്ല, പരാതി പറയുകയുമില്ല. അവർക്ക് ആ രാഷ്ട്രീയ ദോഷം ചെയ്യും ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് കൊണ്ട് അന്ന് ആ ഗവൺമെന്റ് എടുത്ത തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും പെരുമാറ്റച്ചട്ടത്തിന് അതീതമായി ഈ കേസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര വകുപ്പ് എടുത്ത എല്ലാ നിലപാടുകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിർഭാഗ്യം എന്നേ പറയേണ്ടൂ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീമതി അന്നമ്മ ജോണിനോട് ചോദിക്കട്ടെ. അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്ന ചില കാര്യങ്ങളായി പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളനുസരിച്ച് ഈ മാർബിളിംഗ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. 36 മണിക്കൂറുകളിൽ അധികമാണ് ഈ ശരീരം, അതായത് മരണം നടന്നത് 36 മണിക്കൂറുകൾക്ക് മുമ്പിലാണെങ്കിൽ ആണ് ഈ മാർബിളിംഗ് എന്ന് രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടന്ന സമയവും മരണം നടന്ന സമയവും തമ്മിലുള്ള ഒരു വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതൊരു തർക്ക വിഷയമായി വരേണ്ടതുണ്ടോ ശ്രീമതി അന്നമ്മ ജോൺ? ഈ മാർബിളിംഗ് എന്ന് പറയുന്ന ഈ കളർ ചേഞ്ച് അത് ഈ ഡികമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഡികമ്പോസിഷൻ യഥാർത്ഥത്തിൽ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുന്നു സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ.
പക്ഷേ അത് വിസിബിളായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ 36 തൊട്ട് 48 മണിക്കൂർ വരെ എത്താം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ആ സാഹചര്യത്തിനനുസരിച്ച് സമ്മറിലും വിൻ്ററിലും അല്ലെങ്കിൽ ചൂട് കാലത്ത് തണുപ്പ് കാലത്ത് അതിന് വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ 6 തൊട്ട് 12 മണിക്കൂർ വരെയൊക്കെ അത് വിസിബിളായിട്ടുള്ള സ്റ്റേജിൽ വരാം എന്നൊക്കെ പല വെർഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആ ഹീമോഗ്ലോബിൻ ഡിസോൾവ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ആ ചുറ്റുമുള്ള ടിഷ്യൂസിലേക്ക് ഈ കളറ് വ്യാപിക്കുന്ന അതുപോലെയുള്ള ചേഞ്ചസ് വളരെ നേരത്തെ തന്നെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രകടമായിട്ട് വരുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒക്കെ അത് മാറ്റങ്ങൾ ആ സമയത്തിന് വരാം എന്ന് ആധികാരികമായിട്ട് ഫോറൻസിക് മെഡിസിൻ പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടൈം ഇൻ്റർവെല്ലിൽ ഈ കളർ ചേഞ്ചിനെ മാത്രം ബേസ് ചെയ്ത് തീരുമാനിക്കണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ശ്രീ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അതായത് ഈ മാർബ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഈ മരണം നടന്ന സമയത്തിലെ ഒരു പ്രശ്നം പറയേണ്ടതില്ല, അത് പോലീസിന് ഈ കോടതിയിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ മാർബ്ലിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 36 മണിക്കൂർ മുമ്പല്ല, അതിന് ശേഷമുള്ള ഒരു 24 മണിക്കൂറിലോ ഒക്കെയാണ് മരണം നടന്നിട്ടുള്ളതെങ്കിലും നേരത്തെ ഈ ഡീകമ്പോസിഷൻ കളർ ചേഞ്ച് എന്നുള്ളൊരു കാര്യം വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അത് പോലീസിന് പറയാൻ സാധിക്കും. അതായത് ഇതിനകത്തുള്ളത് ഏപ്രിൽ 28 സംഭവം നടന്നേക്കണേ. ആ സമയത്ത് ഇവിടെ നല്ല ചൂടുള്ളതായ ഒരു കാലാവസ്ഥയാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ മാർബിളിംഗ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുമെന്ന് അറിയണം. അതായത് കേരളത്തിൽ ചൂടുള്ളതായ കാലാവസ്ഥയിൽ 36 മണിക്കൂർ വേണോ മാർബിളിംഗ്? അതാ ഡോക്ടർ എഴുതിയത് ഇതൊന്നും മനസ്സിലാക്കാതെ, അതായത് ഇപ്പോൾ നല്ല ഈ മഴക്കാലമാണ്, ഈ സമയത്താണെങ്കിൽ 36 മണിക്കൂർ വേണോ? അത് നല്ല ചൂടുള്ളതായ ഈ ഏപ്രിൽ 28 36 മണിക്കൂർ വേണോ? അതിനെപ്പറ്റി വ്യക്തമായിട്ട് മെഡിക്കൽ സയൻസാണ് പറയേണ്ടത്. അതല്ലാതെ നമ്മൾ ഇങ്ങനെ മാറ്റങ്ങൾ വരാം, കാലാവസ്ഥ വരാം, അതുകൊണ്ട് അങ്ങനെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസിബിലിറ്റീസ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോറൻസിക് മെഡിസിൻ പഠിച്ചിട്ടുള്ളതായ ഡോക്ടേഴ്സിനോട് ചോദിക്കണം. ഏപ്രിൽ 28 പോലെയുള്ളതായ അതികഠിനമായ ചൂട് 35-36 ഡിഗ്രിയൊക്കെ ചൂടുള്ള സമയത്ത് ഇതുപോലെയുള്ളതായ ഇത് 36 മണിക്കൂർ വേണ്ടി വരുമോ, അത് കൂടുതൽ വേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നത് ആ പോസ്റ്റ്മോർട്ടം എന്നുള്ളതാണ് ഇപ്പം നമുക്ക് വിസിബിളായിട്ട് കിട്ടിയിട്ടുള്ളതായ ഒരു രേഖ. DNA ടെസ്റ്റുമുണ്ട്, DNA പോസിറ്റീവാണ്. DNA ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതായത് സലൈവ എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഡിസ്പ്യൂട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, ഡിസ്പ്യൂട്ട് നമ്മൾ തമ്മിലാണ്, ഫോറൻസിക്കിനില്ല, കോടതിക്കും ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഇത് ഈ രേഖ വെച്ച് വേണം ഇത് വിലയിരുത്താൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചെയ്യുക, ഈ ദിബാഷി വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നത്. ഇയാൾ ബംഗ്ലാദേശിയാണോ? ഇയാൾ ആസാമി തന്നെയാണോ? അയാൾക്ക് മലയാളം അറിയൂല, ഈ ഹിന്ദി അറിയൂല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ പോലീസ് തന്നെ കാര്യങ്ങൾ നമ്മളോട് പറയേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കുകയാണ് എന്നുള്ളത് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. എന്നോട് ക്ഷമിക്കുക ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ശ്രീ മോഹൻദാസിനോടും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ സാജു പോൾ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീമതി അന്നമ്മ ജോൺ, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ മോഹൻദാസ്.